അധ്യക്ഷ പദമലങ്കരിക്കുന്ന സയ്യിദ് ഉബൈദുള്ള തങ്ങൾ മേലാറ്റൂർ അവർകളെ, ഇവിടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച അഭിവന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകളെ, വേദിയിൽ നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരുമുണ്ട്. ഉമ്മർ ഫൈസി ഉണ്ട്, അതുപോലെ തന്നെ അബ്ദുറഹിമാൻ മുസ്ലിയാർ, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി തുടങ്ങി നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, അലവി ഫൈസി, KC അബൂബക്കർ ദാരിമി, ഇബ്രാഹിം ഓമശ്ശേരി, അബ്ദുസലാം ഫൈസി ഒളവട്ടൂർ, TH ദാരിമി തുടങ്ങി സമസ്തയുടെയും SIC-യുടെയും സാരഥികൾ, അതുപോലെ തന്നെ ഈ ചടങ്ങിന് തങ്ങളുടെ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്ന ഇവിടുത്തെ പഞ്ചായത്ത് അംഗം ജോസ് പനക്കാമറ്റം, ബഹുമാനപ്പെട്ട മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ബേബി, അതുപോലെ തന്നെ ഷിബു സിറിയക്ക് തുടങ്ങിയുള്ള ഈ പ്രദേശത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഇനി ദീർഘമായൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. നമ്മുടെ പണ്ഡിതന്മാർ ധാരാളമായി ഈ സദസ്സിനെ അഭിവാദ്യം ചെയ്യാനുണ്ട്. സൗദി കമ്മിറ്റിയുടെ ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയം, ആത്മീയമായും ഭൗതികമായുമുള്ള പഠനങ്ങൾക്കുതകുന്ന ഒരു സ്ഥാപനം നമ്മുടെ ഈ അട്ടപ്പാടിയിൽ വരികയാണ്. അട്ടപ്പാടിയിൽ പല വിധത്തിലുള്ള സ്ഥാപനങ്ങൾ വരുന്നു. ഈ പിന്നോക്ക മേഖലയിൽ വലിയ വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് വളരെ പ്രകൃതി രമണീയമായ നിശബ്ദതയുടെ താഴ്വര എന്ന് ലോകം വാഴ്ത്തുന്ന സൈലന്റ് വാലിയോട് ചേർന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു 100ാം വാർഷിക സമ്മാനമായി പ്രവാസികളായ സുഹൃത്തുക്കൾ ഒരു വിദ്യാഭ്യാസ ആരോഗ്യ സമുച്ചയം ഈ നാടിന് സമർപ്പിക്കുന്നത് ഇതേറെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രവാസികൾ അവർ ജീവിത വ്യവഹാരങ്ങൾക്ക് വേണ്ടി പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നപ്പോഴും നാട്ടിൽ നടത്തുന്ന ദീനി, സാമൂഹിക, മത, സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ആ മണ്ണിലും അവർ നടത്തുകയാണ്. ഇവിടെ നാട്ടിലില്ല എന്ന് കരുതി ആ രംഗത്ത് നിന്ന് അവർ വിട്ടു നിൽക്കുന്നില്ല. സുന്നി പ്രവർത്തകരായി സൗദി അറേബ്യയിൽ എത്തിയവർ അവിടെ ഒത്തുചേർന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഞങ്ങളൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, ധാരാളം മദ്രസകൾ നമ്മുടെ പ്രവാസികളുടെ മക്കൾക്ക് ദീനി ഉലൂം പകർന്നു കിട്ടാൻ അറേബ്യയുടെ മണ്ണിൽ അത്തരം സ്ഥാപനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ധാരാളം മദ്രസകൾക്കും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമികമായ പ്രബോധനങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കും ഒക്കെ നേതൃത്വം നൽകുന്നത് സുന്നി സെൻ്ററുകളാണ്. അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. KMCC-യുടെയും ഒക്കെ പ്രവർത്തനം നമ്മൾ ആ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സുന്നി സെൻ്ററുകളും KMCC-കളും ഒക്കെ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമാണ് പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് അറബ് നാടുകളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സമസ്ത 100ലേക്ക് എത്തുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമുക്കറിയാം, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന് ഇന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇസ്ലാമികമായ ചൈതന്യം ഏറെ ശക്തമായി മലയാളക്കരയിൽ നിർത്താൻ കാരണമായത് കേരളത്തിലെ സമസ്തയുടെ പ്രവർത്തനങ്ങളാണ്.
സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും കണ്ണിയത്തുസ്താദും ഷംസുലുലമയും അങ്ങനെ തുടങ്ങി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലൂടെ നമുക്കറിയാം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും നിരവധി നേതാക്കന്മാർ, ഞാൻ പണ്ഡിതന്മാർ പേരുകൾ പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഈ പാലക്കാട് ജില്ലയിലും ധാരാളം സമസ്തക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ഇവിടെ പട്ടാമ്പിയിൽ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിക്കുന്ന കേന്ദ്രത്തിൻ്റെ പേര് സാദിഖ് ഉസ്താദിൻ്റെതാണ്. ഈ മേഖലകളിൽ ഇസ്ലാമിക ദഅവത്തിന് അതുപോലെ തന്നെ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. അങ്ങനെ നിരവധി, കുമരമ്പത്തൂർ ഉസ്താദുണ്ട്, അതുപോലെ തന്നെ കോയക്കുട്ടി മുസ്ലിയാർ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ സമസ്തയുടെ സരണിയിലൂടെ സഞ്ചരിച്ചൊരു പ്രദേശവുമാണ് പാലക്കാട്. അപ്പോൾ ആ സമസ്തയുടെ 100ൻ്റെ നിറവിലെത്തുമ്പോൾ ഇവിടെ ഏറെ പിന്നോക്കം നിൽക്കുന്ന അട്ടപ്പാടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4000 കൊല്ലത്തെ ചരിത്രമുള്ള ആദിവാസികളുടെ പാരമ്പര്യമുള്ള, അതോടൊപ്പം ധാരാളം കുടിയേറ്റ കർഷകന്മാർ, ധാരാളം ക്രിസ്തീയ മതവിശ്വാസികൾ, മുസ്ലിം മതവിശ്വാസികൾ, തമിഴ് സംസാരിക്കുന്ന തമിഴ് പാരമ്പര്യമുള്ള ഹൈന്ദവ സഹോദരന്മാർ, ആദിവാസി സുഹൃത്തുക്കൾ, ഇങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളും വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു മണ്ണാണ്. ആ മണ്ണിലേക്ക് ഒരു നല്ല കേന്ദ്രം, ഇവിടെ സൂചിപ്പിച്ച പോലെ ആത്മീയ വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഇസ്ലാമികമായ വിദ്യാഭ്യാസവും പകർന്നു നൽകുന്ന ഒരു കേന്ദ്രം. ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി ആ ക്യാമ്പസിനകത്ത് ഒരു ആശുപത്രി കൂടി കൊണ്ടുവരുമെന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കത് ഏറെ ഹൃദ്യമായി തോന്നി. ഈ മേഖലയിൽ ഒരു ആശുപത്രി നിർമ്മിക്കാനും ഇതിൻ്റെ ഭാഗമായി ഇവിടുത്തെ സാധാരണക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരു സഹായകരമാകാനും കഴിയുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ്. ഇങ്ങനെയുള്ള ഒരു നല്ല സംരംഭത്തിനാണ് സമസ്ത തുടക്കം കുറിച്ചിട്ടുള്ളത്. 100ാം വാർഷികത്തിൻ്റെ ഉപഹാരമായി ഇവിടെ തുടക്കം കുറിച്ച ഇന്ന് സമസ്തയുടെ അധ്യക്ഷൻ ശിലയിട്ട ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് ഉയർന്നു വരട്ടെ. അത് ഈ പ്രദേശത്തിനും ഈ നാട്ടുകാർക്കുമൊക്കെ ഏറെ ആശ്വാസം പകരുന്ന ഒന്നായി തീരട്ടെ. ജഗനിയന്താവായ നാഥൻ അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.